ആഫ്രിക്കയുടെ ഹൃദയഭാഗത്ത് ഒരു നിശബ്ദ യുദ്ധം പൊട്ടിപ്പുറപ്പെടുന്നു. സിംഹങ്ങളും കഴുതപ്പുലികളും. സമ്പന്നയുടെ നിത്യ എതിരാളികളായ സിംഹങ്ങളും കഴുതപ്പുലികളും അതിജീവനത്തിനും പ്രദേശത്തിനും ആധിപത്യത്തിനും വേണ്ടിയുള്ള നിരന്തരമായ പോരാട്ടത്തിൽ ഏറ്റുമുട്ടുന്നു. പകൽ സമയത്തവർ പരസ്പരം ഒഴിവാക്കിയേക്കാം. ഓരോ കൂട്ടവും അതിന്റെ ഭൂമിയിൽ പെട്രോളിംഗ് നടത്തുന്നു, നിരീക്ഷിക്കുന്നു, കാത്തിരിക്കുന്നു. എന്നാൽ രാത്രിയാവുമ്പോൾ പിരിമുറുക്കം വർദ്ധിക്കുന്നു. ശക്തരും അഭിമാനികളുമായ സിംഹങ്ങൾ പേശികളോടും ശക്തിയോടും കൂടെ ഭരിക്കുന്നു. ശന്ത്രശാലികളും നിരന്തരരുമായ കഴുതപ്പുലികൾ എണ്ണവും നാഡീവ്യവസ്ഥയും ഉപയോഗിച്ച് പ്രഹരിക്കുന്നു. ചിലപ്പോൾ സമ്മാനം ഒരു പുതിയ കൊലയാണ്. മറ്റു ചിലപ്പോൾ കാട്ടുമൃഗം യഥാർത്ഥത്തിൽ ആരുടേതാണെന്ന് മനസ്സിലാക്കുവാനുള്ള ഒരു പാഠമാണിത്. ഇത് പ്രകൃതി മാത്രമല്ല, ഇത് തന്ത്രം, സംഘർഷം, പുരാതന സഹജവാദം എന്നിവയാണ് ആഫ്രിക്കൻ നക്ഷത്രങ്ങൾക്ക് കീഴിൽ കളിക്കുന്നു. കാട്ടിൽ വലിയ മൃഗങ്ങൾ പലപ്പോഴും വേട്ടക്കാരെന്ന് വിളിക്കപ്പെടുന്നു. വേട്ടയാടുന്നത് പ്രകൃതിയുടെ കൗതുകകരവും ക്രൂരവുമായ ഒരു ഭാഗമാണ്. വലിപ്പം, ശക്തി, ബുദ്ധിശക്തി എന്നിവയെ ആശ്രയിച്ച് ഇരയെ പിടിക്കാൻ ഈ മൃഗങ്ങൾ വിവിധ തന്ത്രങ്ങൾ ഉപയോഗിക്കുന്നു. കാട്ടിൽ സാധാരണയായി വലിയ മൃഗങ്ങൾ വേട്ടയാടുന്നത് ഇങ്ങനെയാണ്: പാതിയിരുന്ന് വേട്ടയാടൽ. ഉദാഹരണങ്ങൾ കടുവ, പുള്ളിപ്പുലി, ജഗ്വാർ. ഈ മൃഗങ്ങൾ മറവിയും രഹസ്യവും ഉപയോഗിക്കുന്നു. ഉയരമുള്ള പുല്ലിലോ മരങ്ങൾക്കപ്പുറത്തോ ഒളിച്ചിരിക്കുന്നു. അവ നിശബ്ദമായി ഇരയെ പിന്തുടരുകയും പെട്ടെന്ന് ആക്രമിക്കുകയും ചെയ്യുന്നു. പലപ്പോഴും കഴുത്ത് വേഗത്തിൽ കൊല്ലാൻ ലക്ഷ്യമിടുന്നു. ധാരാളം മൂടുപടമുള്ളതിനാൽ ഇടതൂർന്ന വനങ്ങൾ ഈ ശൈലിക്ക് അനുയോജ്യമാണ്. കൊല്ലുക എന്നു മാത്രമേ ഉള്ളൂ. രണ്ട് ശക്തികൾ. സിംഹങ്ങൾ കാട്ടിലെ വളരെ ശക്തികളാണെങ്കിൽ അവയോട് കടപിടിക്കാൻ വണ്ണം, അല്ലെങ്കിൽ ഒരു കഴുതപ്പുലിയെ ആക്രമിച്ചാൽ 1000 കഴുതപ്പുലികൾ സിംഹങ്ങളെ ഒന്നിച്ചു ചേർന്ന് ആക്രമിക്കുന്നു. അപ്പോൾ സിംഹങ്ങളും കഴുതപ്പുലികളും കാട്ടിൽ ഒരുപോലെയാണ്.